ഹായ് ഹലോ ഡിയേഴ്സ്, ഹാപ്പി ന്യൂ ഇയർ. നമ്മളൊരു ചെറിയ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയില്ല, ആഘോഷം ഒന്നും ഇല്ലായിരുന്നു. അതായത് നമ്മളൊരു കേക്ക് കട്ടിങ്ങും ചെറിയൊരു വൈനും അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കേക്കിൻ്റെ കുരു കഴിക്കാനാണ് ഇത്രയും ലാഗ് വന്നത് കേട്ടോ. കേക്കിൻ്റെ ഊരാക്കുടുക്ക് കഴിച്ച ശേഷം നമ്മൾ കേക്ക് താണ്ട് നമ്മൾ റിവീൽ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. ഇത് ഗിഫ്റ്റാണ്, അല്ലാണ്ട് കാശ് കൊടുത്ത് മേടിച്ചൊന്നുമല്ല, ഗിഫ്റ്റ് കിട്ടിയതാണ്. ഏഷ്യൻ പെയിൻസിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് അകത്ത് എങ്ങനെയാണെന്നൊന്ന് കാണണം, അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അങ്ങനെ നോക്കി കൊള്ളാം, കാണാനൊക്കെ കൊള്ളാം. പിന്നെ അകത്തെന്താ, പിന്നെ നമ്മുടെ സാധാ പ്ലം കേക്ക് തന്നെയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഇനി അടുത്ത വൈനാണല്ലോ, മസ്റ്റ് ആണല്ലോ. നമ്മൾ കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ക്രിസ്മസിനും ന്യൂ ഇയറിനും മസ്റ്റാണ് വൈന്. ഇനി നമ്മളായിട്ട് കുറയ്ക്കണ്ട. അങ്ങനെ അതൊക്കെ ഒഴിച്ചു. പക്ഷേ ഈ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് മുമ്പ് ഗസ്റ്റ് വന്നപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്തായിരുന്നു. അത് തന്നെയാണ് വീണ്ടും ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത്, ന്യൂ ഇയർ ടൈമിലും കൊടുക്കുന്നത്. എല്ലാം കൂടെ കട്ട് ചെയ്ത് പാഴാക്കേണ്ട ആവശ്യമില്ല. ഇനി ആദ്യം തന്നെ നമ്മൾ അനീഷേട്ടൻ്റെ തിരുവായിലേക്ക് വെച്ച് കൊടുക്കാം. കേതപ്പിന് ഇങ്ങനെ കിടക്കണം. ഇനി കേതപ്പിന് കൊടുത്തില്ല എന്ന് വേണ്ട. അപ്പോൾ അനീഷേട്ടൻ ഫോർമാലിറ്റിക്ക് വേണ്ടി എനിക്കും ഇത്തിരി തന്നു. ഇനി കേതപ്പിനെ കഴിപ്പിക്കാനുള്ള പുറപ്പാടാണ്. പക്ഷേ അത് അവൻ ആഹാരം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന സാധനമല്ലല്ലോ. ആഹാരം എന്ന് വെച്ചാൽ അവന് വെറുപ്പല്ലേ. അവൻ്റെ ചിരി കണ്ടില്ലേ. പക്ഷേ കഴിപ്പിക്കാൻ നോക്കുന്നു, അവൻ കഴിക്കുന്നില്ല. എന്നാൽ പിന്നെ കാശപ്പനായിക്കോട്ടെ, കാശപ്പൻ എന്തും പോകുമല്ലോ. അവൻ കഴിക്കുന്നു, അവന് കൊടുത്തു. അതിനുശേഷം അവന് കൊടുത്തു. ഇവൻ എന്നാലും കഴിക്കുന്ന ലക്ഷണം വന്നില്ല. ഇനി അടുത്ത് നമുക്ക് ഫുഡ് അടിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് കേതപ്പൻ ഉറങ്ങിപ്പോയി. നമുക്കൊക്കെ അല്ലേ ഫുഡ് മുഖ്യം ബിജിലേ എന്ന് പറയുന്നത്. കേതപ്പിന് പ്രശ്നമല്ലല്ലോ. അങ്ങനെ വലിയ ഫുഡൊന്നുമില്ല, പൊറോട്ടയും ചിക്കനും ബീഫും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ.